വയനാട്ടിലെ ഏറ്റവും മനോഹരമായ നഗരമാണ് മാനന്തവാടി. മാനന്തവാടിയുടെ മനോഹാരിതയ്ക്ക് കാരണം ഒരു കുന്നിൻ പ്രദേശത്താണ് ഈ നഗരം ഉണ്ടാക്കിയിരിക്കുന്നുള്ളത് കൊണ്ടാണ്. സുൽത്താൻ ബത്തേരിയും കൽപ്പറ്റയും പരന്ന പ്രദേശങ്ങളാണ്, അതുകൊണ്ട് ഒരു ആകർഷണീയതയില്ല. പക്ഷെ മാനന്തവാടിക്ക് വളരെ അണ്ടുലേറ്റിംഗ് ആയ ഒരു ടെറൈനാണ്. ലാറ്റിൻ ചർച്ച് സ്ഥിതി ചെയ്യുന്ന കുന്നിന് ചുറ്റുമാണ് മാനന്തവാടി നഗരം പടുത്തുയർത്തിയിരിക്കുന്നത്. കൽപ്പറ്റയിലെയും സുൽത്താൻ ബത്തേരിയിലെയും പോലെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവാറില്ല. അതിന് കാരണം മാനന്തവാടിയിൽ വളരെ എഫക്റ്റീവായ ഒരു വൺ വേ നടപ്പിലാക്കിയിട്ടുണ്ട്. യൂറോപ്യൻ സ്റ്റാൻഡേർഡിലാണ് ട്രാഫിക്കിന്റെ ഒഴുക്ക്, തടസ്സമില്ല. വയനാട്ടിലേക്കുള്ള ഗേറ്റ് വേ ആയി മാനന്തവാടി അറിയപ്പെടുന്നു. നാഗർഹോൾ, ബന്ദിപ്പൂർ, മുതുമലൈ സാങ്ച്വറീസ് ഇവിടെ അടുത്താണ്. മാനന്തവാടിയിലെ കച്ചവടക്കാർ വളരെ സമ്പന്നരാണ്. കണ്ണൂർ, കൂത്തുപറമ്പ് പട്ടണങ്ങളിൽ നിന്നാണ് കൂടുതൽ കച്ചവടക്കാർ ഇവിടെ എത്തിയിട്ടുള്ളത്. കുറ്റ്യാടി, തളിപ്പറമ്പ്, തലശ്ശേരി തുടങ്ങിയ നഗരങ്ങളിൽ നിന്നും മാനന്തവാടിയിൽ കച്ചവടക്കാർ സെറ്റിൽ ചെയ്തിട്ടുണ്ട്. മാനന്തവാടിയിൽ നിന്ന് മടിക്കേരിയിലേക്ക് 115 കിലോമീറ്ററാണ് ദൂരം. കുട്ട, ഗോണിക്കുപ്പ, വിരാജ്പേട്ട് വഴിയാണ്. അതുപോലെ മൈസൂരിലേക്ക് 112 കിലോമീറ്ററാണ് ദൂരം. HD കോട്ടെ, ബാവലി വഴിയാണ് പോവുക. ഒരു കാലത്ത് പഴശ്ശി രാജവംശം ഭരിച്ചിരുന്ന ഒരു നഗരമാണ് മാനന്തവാടി. പഴശ്ശി രാജാവിനെ അടക്കം ചെയ്തിരിക്കുന്നതും മാനന്തവാടിയിൽ തന്നെയാണ്. ഇവിടെ ഒരു സ്മാരകവും മനോഹരമായ ഒരു ഗാർഡനും ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ പ്രശസ്തമായ ഹിന്ദു തീർത്ഥാടന കേന്ദ്രമായ തിരുനെല്ലി ക്ഷേത്രവും മാനന്തവാടിക്കടുത്താണ്. 35 കിലോമീറ്റർ ദൂരമുണ്ട്. 28 വർഷം മുമ്പ് സ്ഥാപിച്ച പഴശ്ശി പാർക്ക് ധാരാളം സന്ദർശകരെ ആകർഷിക്കുന്നു. കോഴിക്കോട് റോഡിലാണ്. 86 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഈ അടുത്ത കാലത്ത് അത് പുതുക്കി പണിതത്. ബോട്ടിംഗ് സൗകര്യമുണ്ട്, കുട്ടികളുടെ പാർക്കുണ്ട്. അതുപോലെ പുഴക്കരയിൽ കൂടെ നടക്കുവാനുള്ള ഭംഗിയുള്ള ഫുട്പാത്തുകളും ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ മൈസൂർ റോഡിലുള്ള ബാവലി ദർഗയും സന്ദർശകരെ ആകർഷിക്കുന്നു. വലിയൊരു ജമാഅത്ത് പള്ളിയും പിക്നിക് സ്പോട്ടുകളും ബാവലി ദർഗയുടെ പരിസരത്തുണ്ട്. അവിടെയാണ് കർണാടകയുടെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ കർണാടക ബാവലി ഗ്രാമമായി. 17 കിലോമീറ്റർ കിഴക്കോട്ട് യാത്ര ചെയ്താൽ കുർവ ദ്വീപ് ഒരു ടൂറിസ്റ്റ് സങ്കേതമാണ്. 24 കിലോമീറ്റർ കുട്ട റോഡിൽ യാത്ര ചെയ്താൽ തോൽപ്പട്ടി വന്യജീവി സങ്കേതത്തിലെത്താൻ പറ്റും. 3 കിലോമീറ്റർ പുൽപ്പള്ളി റോഡിൽ യാത്ര ചെയ്താൽ വള്ളിയൂർക്കാവ് ക്ഷേത്രത്തിലെത്താം. ഇവിടെ വനദുർഗ, ഭദ്രകാളി, ജലദുർഗ എന്നിങ്ങനെയാണ് ആരാധനാക്രമം. ആദിവാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് വള്ളിയൂർക്കാവ് ക്ഷേത്രം. എല്ലാ വർഷവും മാർച്ചിൽ നടക്കുന്ന ഉത്സവം 15 ദിവസം നീണ്ടു നിൽക്കും. ധാരാളം ബിസിനസ് നടക്കുന്ന സമയമാണ് വള്ളിയൂർക്കാട് ഉത്സവം നടക്കുമ്പോൾ. വളരെ ദൂരങ്ങളിൽ നിന്ന് പോലും സന്ദർശകർ വള്ളിയൂർക്കാവ് ഉത്സവം കാണുവാൻ വേണ്ടി വരാറുണ്ട്. നല്ല റെസ്റ്റോറന്റുകൾ മാനന്തവാടി ടൗണിൽ സുലഭമായുണ്ട്. ബിസ്മില്ല റെസ്റ്റോറന്റ് രാവിലെ 6 മണിക്ക് തുറക്കും. പൊറോട്ടയും വെള്ളയപ്പവും ചിക്കൻ വിഭവങ്ങളുമാണ് ബിസ്മില്ല റെസ്റ്റോറന്റിൽ ലഭിക്കുക. മാനന്തവാടിയിലെ ഏറ്റവും മികച്ച റെസ്റ്റോറന്റ് കണ്ണൂർ റോഡിലുള്ള ഇന്ത്യൻ കോഫി ഹൗസ് ആണ്. താഴെ വെജിറ്റേറിയൻ ഫുഡും മുകളിൽ നോൺ വെജിറ്റേറിയൻ ഫുഡുമാണ് കൊടുക്കുന്നത്. ഇന്ത്യൻ കോഫി ഹൗസിലെ ചപ്പാത്തിയും കുറുമയും ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. വേറെ എവിടെയും കിട്ടാത്ത നല്ല പൊള്ളിച്ച ചപ്പാത്തിയും അതുപോലെ രുചികരമായ വെള്ള നിറത്തിലുള്ള കുറുമയുമാണ് ഇന്ത്യൻ കോഫി ഹൗസിൽ കൊടുക്കുന്നത്. കുട്ട റോഡിൽ തെറ്റ് റോഡ് എന്ന ബസ് സ്റ്റോപ്പിൽ ഒരു ഉണ്ണിയപ്പം വിൽക്കുന്ന കടയുണ്ട്. ഐതിഹാസികമായ രുചിയാണ് തെറ്റ് റോഡിലെ ഉണ്ണിയപ്പത്തിന്. ദൂരദിക്കുകളിൽ നിന്ന് പോലും ആളുകൾ ഈ ഉണ്ണിയപ്പം കഴിക്കുവാൻ വേണ്ടി വരുന്നു. തിരുനെല്ലി ക്ഷേത്രത്തിനടുത്താണ് തെറ്റ് റോഡ് ജംഗ്ഷൻ. കോഫി ഹൗസിനുള്ളിൽ അസ്ബി ലോഡ്ജ് മാനന്തവാടിയിലെ ഏറ്റവും മികച്ച ലോഡ്ജായി അറിയപ്പെടുന്നു. 300 രൂപ മുതൽ മുകളിലോട്ട് റൂമുകൾ കൊടുക്കുന്നു. 1-ാം നിലയിൽ ലക്ഷറി റൂമുകളും ഉണ്ട്. പോസ്റ്റ് ഓഫീസിനടുത്ത് ശ്രീനാരായണ ഹോസ്റ്റൽ ഷെയറിംഗ് അക്കോമഡേഷൻ കൊടുക്കുന്നു. മാസവാടകയാണ്. നല്ല ഡൈനിങ് ഹാളും കഫറ്റേറിയയും SN ഹോസ്റ്റലിനുള്ളിൽ ഉണ്ട്. 4000 രൂപയാണ് പ്രതിമാസ വാടക.